കാണുന്ന പോലെ എന്ന് തന്നെ ശിർക്കായി. ആ പോലെ അള്ളാനെ പോലെ എന്ന് വന്നാൽ തന്നെ ശിർക്കായി അല്ലേ? അങ്ങനെ ഒരു ദാർശനിക പഠനം കാന്തപുരത്തിന്റെ പുസ്തകമായിട്ട് നിങ്ങൾക്ക് കാണാം. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ തൗഹീദ് സമഗ്ര പഠനം അതിന് കാണാം. ഇനി മാത്രമല്ല, ഈ വാദമൊന്ന് ശ്രദ്ധിക്കുക യുവാക്കളെ. അള്ളാഹ് കേൾക്കുന്നത് പോലെ കേൾക്കുകയും, ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ സ്വയം പര്യാപ്തതയുടെ കേൾവിയാണോ കേൾക്കുന്നത്? ഫോർ എക്സാമ്പിൾ, മൊയ്തീൻ ശൈഖ് മറ്റൊരാളുടെ കഴിവില്ലാതെ സ്വന്തം കഴിവ് കൊണ്ടാണോ ലോകത്തെ എല്ലാം കേൾക്കുന്നത്? ആണോ? വേറൊരാളുടെ കഴിവ് കൊടുക്കാതെ സ്വയം കഴിവ്, അതാണോ ശൈഖ് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ? അങ്ങനെ സുന്നികൾക്ക് വാദമില്ല. പിന്നെന്തേ വാദം? അള്ളാഹ് കൊടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്ന പോലെ അള്ളാന്റെ കേൾവി സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമാണ്. പുറത്തുനിന്ന് ആരും കൊടുക്കേണ്ടതില്ല. ശൈഖ് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ കേൾവി അള്ളാഹ് കൊടുത്തതാണ്. കാഴ്ച അള്ളാഹ് കൊടുത്തതാണ്. അള്ളാന്റെ കാഴ്ചയോ? അപ്പൊ അള്ളാഹ് കാണുന്ന പോലെയാണ്. അള്ളാഹ് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായാണ് കാണുന്നത്. അള്ളാഹ് സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത്. അള്ളാഹ് പ്രവർത്തിക്കുന്ന പോലെ എന്ന് പറയാലോ ഉണ്ടാകുന്നതാണ്. ശൈഖ് മൊയ്തീൻ അബ്ദുൽ ഖാദർ ജിലാനി എങ്ങനെയാണെന്ന് പറഞ്ഞത്? മരിച്ചെടുക്കുന്ന ഒരു ശ്മശാനത്തിൽ കൊണ്ടിട്ട് അള്ളാന്റെ പവറില്ലാതെ, അള്ളാഹ് ആവശ്യമില്ലാതെ കുംഭീതനില്ല, കുംഭീതനില്ല. ഞങ്ങൾ പറയുന്നത് അതിന്റെ പേരാണ് പച്ച ശിർക്ക്. അതിന്റെ പേരാണ് പച്ച ശിർക്ക്. ക്രിസ്ത്യാനികളോട് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളെ പറയുന്നുണ്ട്, മരിച്ചാതെ അള്ളാന്റെ അനുമതിയോടെ അള്ളാന്റെ അനുമതിയോടെ മറ്റേ റിസാല പറയുന്നതോ മൊയ്തീൻ ശൈഖ് സംയുക്തം ഖുത്ബിയത്തിലെ 19ാമത്തെ പേജ് പാറന്നൂർ മൊയ്തീൻ കുട്ടി മുസ്ലിയാരി, അതിൽ 99 നാമഗുണവിശേഷങ്ങൾ നാം മൊയ്തീൻ ശൈഖിന് അള്ളാഹുണ്ട്. അള്ളാഹ്ക്ക് തുല്യമായിട്ടാണ് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയെ ഈ ഉമ്മത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ മനസ്സിലാക്കും. പടച്ചോനേക്കാൾ മഹാനായിട്ടും പടച്ചോനേക്കാൾ ഉത്തരം കിട്ടുന്നവരായിട്ട്. അതെന്തുകൊണ്ട്? അള്ളാഹ് ഖുർആനിൽ ഇങ്ങനെ കേട്ടോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. എപ്പോ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും അള്ളാഹ് പറഞ്ഞില്ല. പക്ഷെ മൈദിമാലയിലോ വല്ലേ നീലെ എന്നെ വീളിപ്പോർക്ക് വായുടാതെ തീരം ചെയ്യും ഞാനെന്നോ. ഈ രണ്ട് വാക്ക്, അതായത് ഖുർആനിലെ 40-ാം അധ്യായം 60-ാമത്തെ വചനത്തെയും മൊയ്തീമാലയിൽ ഈ വാചകത്തെയും വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ആളുകൾ അള്ളാഹനെയാണോ സ്വീകരിക്കും, മൊയ്തീൻ ശൈഖിനെയാണോ? അള്ളാഹനെ വിട്ട് മൊയ്തീൻ ശൈഖിനെ സ്വീകരിക്കും. കാരണം എന്താ? അള്ളാഹ് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഉത്തരം ചെയ്യുന്നേ പറഞ്ഞോ. ഇവിടെ നൽകും ഞാനല്ലോ, എനിക്കൊരു ഇളവുണ്ടാവട്ടെ എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു. ആലോചിക്കാം, മനുഷ്യന്മാരെ അല്ലാഹു ഖുർആനിലൂടെ ഞാൻ ഉത്തരം ചെയ്യുന്നേ പറഞ്ഞോളൂ. ചിലപ്പോൾ ചെയ്തോളുന്നില്ല. ഇബ്രാഹിമിന്റെ പ്രാർത്ഥനകൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടാണ് അല്ലാഹു സ്വീകരിച്ചത്. ചിലർ സ്വീകരിക്കാതെ വിടുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. ഞാൻ അങ്ങനെ പറയും. ചിലതൊക്കെ അപ്പം വരും. മർദ്ദത്തിന്റെ പ്രാർത്ഥന മറവിടാതെ സ്വീകരിക്കും. ഒക്കെ അള്ളാഹു നൽകും പോലെ, ഉചിതം പോലെ എല്ലാം തീരുമാനിക്കാൻ അള്ളാഹുവിന് അവകാശമുണ്ട്. ഖുർആനിലെ 25-ാം അധ്യായം 77-ാമത്തെ വചനമാണ് ഞാൻ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന അതിലെന്നാണ് മുജാഹിദുകളുടെ വിഷയത്തിൽ പറയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു കാണുന്ന പോലെ കാണുന്ന ആളല്ല. ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹു കാണുന്ന പോലെ കാണുന്ന ആളല്ല. പ്രാർത്ഥനകളൊക്കെ പടച്ചോനോട് ചോദിച്ച ചരിത്രേ ഇസ്ലാമിലാണ്. കറാമത്തും മുഅ്ജിസത്തുമൊക്കെ അള്ളാഹു നൽകുന്നത് അവരോട് പ്രാർത്ഥിക്കാനില്ല. അള്ളാഹു ഖുർആനിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്റെ ഔലിയാക്കൾക്ക് കറാമത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. കറാമത്ത് യാഥാർത്ഥ്യമാണ്. പക്ഷെ കറാമത്തുള്ളവരോട് തേടാൻ ഖുർആനിൽ ഒരിടത്തില്ല, സുന്നത്തിൽ ഒരിടത്തില്ല. കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഒരു കാരണവശാലും കാണാൻ കഴിയില്ല. കഴിഞ്ഞ അട്ടിപ്പറ്റയിലെ എന്റെ പ്രസംഗത്തിൽ ഏറ്റവും പ്രൗഢമായി മറിയം ബീവിയുടെ ചരിത്രം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ സമയമെടുത്ത് 1/2 മണിക്കൂറോളം ആ വിഷയം ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു കുടുംബം കൊണ്ടുള്ളൂ. 2 സഹാബികൾ ഇരുട്ടത്തിങ്ങനെ പോവുക. അവരെ ഒരു പ്രകാശം പിന്തുടർന്നു.
അവർക്ക് വെളിച്ചം നൽകിക്കൊണ്ട് പ്രകാശം പിന്തുടർന്നു. അവർ രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞപ്പോൾ പ്രകാശം രണ്ടായി തിരിഞ്ഞു. ഇത് നിങ്ങൾ ആലോചിച്ചു, അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾക്ക് ഒരു ടോർച്ച് കൊണ്ടുപോകില്ല, സ്വയം ഒരു പ്രകാശം അവരുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. കറാമത്തല്ലേ അത് നിഷേധിച്ച മുജാഹിദാവോ? നിഷേധിച്ച മുജാഹിദാവില്ല. എന്നിട്ട് രണ്ട് വഴികളിലേക്ക് അവർ പിന്നപ്പോൾ രണ്ട് വഴികളിലേക്ക് തിരിഞ്ഞു. ആ രണ്ട് വഴികളിലേക്ക് അവർ കയറിയപ്പോൾ രണ്ട് വഴികൾ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇനി ഒന്ന് ആലോചിക്കും, ഈ സംഭവം ഹദീസുകളിലുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മുസ്ലിംകളെ, വിശ്വാസികളെ, ഈ കറാമത്ത് പ്രകടിപ്പിച്ച ഈ രണ്ട് സഹാബികളോട് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും സഹാബി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം കണ്ടിട്ട് നിങ്ങളുടെ പ്രാർത്ഥിച്ചോടും ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. ഇനിയും ബദർ യുദ്ധം കഴിഞ്ഞിട്ട് സഹാബികളെ മക്കത്തേക്ക് പറഞ്ഞിട്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികളെ ചെറുകിട്ട് പിടിക്കപ്പെട്ടു. 3 പ്രഗത്ഭരായ ആളുകളുടെ അവിടെ തൂക്കിലേറ്റാൻ പോവുകയാണ്. അതുപോലെ തന്നെ സദാബർണിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഹുബൈബർലാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഹുബൈബർലാൻ അപ്പോ പിന്നെ അവരെന്താണെന്ന് ചോദിച്ചാല് ശത്രുക്കൾ അടിക്കാൻ കഴിഞ്ഞു. എന്റെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്ത ഏറ്റപ്പെട്ടിട്ടുള്ള ആളുകൾ നിന്നതാണ്. അല്ല, അന്ന് ഇത്ര വലുപ്പത്തിൽ തേനീക്കളെ ഇത്ര വലുപ്പത്തിൽ തേനീക്കളെ എന്നിട്ട് ആ ബോഡിയുടെ ആ സഹാബിയുടെ ശരീരായ മനുഷ്യന്റെ മയ്യത്തിന്റെ ചുറ്റിലും തേനീക്കളും വലയും വട്ടം വിട്ട് പറയും. ആർപ്പെടുത്താനാവാറുണ്ട്. കറാമത്താണ്. വിചാരികൾ നെഞ്ചിലേക്ക് അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നാൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ആസിംബെല്ലാനെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കറാമത്തിനെ നിഷേധിക്കുന്നവരല്ല വിചാരികൾ. അപ്പൊ കറാമത്തുള്ളതാണ്. കറാമത്തുള്ളവരോട് തേടുക എന്നത് ഇസ്ലാമിലാണ്. ഞാൻ അന്ന് പറഞ്ഞ കഥയിൽ മറിയം ബീവിക്ക് അല്ലാഹു കറാമത്ത് കൊടുത്തിട്ട് സക്കരിയ നബി മറിയം ബീവിനോട് തേടിയതാ? അല്ല. കറാമത്ത് കൊടുത്ത് പൈസ ഉണ്ടാക്കിയതാ? കച്ചവടം നടത്തിയതാ? അല്ല. അല്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? അവിടെ വെച്ച് സക്കരിയ നബി അള്ളാഹിനോട് തേടുന്നത് എനിക്ക് കുട്ടിനെ തരുന്നത്. ഇത് ആ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അള്ളാഹ് ഭക്ഷണം ഇറക്കി കൊടുക്കുന്ന കറാമത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ട് മറിയം ബീവിനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല. നമുക്ക് സംഭവിച്ച തെറ്റെന്നറിയാം, തുടർന്ന് പറയാൻ വയ്യ. കറാമത്ത് ഒരാളിലൂടെ പ്രകടമായാൽ അത് അള്ളാഹ് കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാതെ ആ കറാമത്ത് അവരുടെ പവറാണെന്ന് മനസ്സിലാക്കി അവരാരാധിക്കാം. കറാമത്ത് കൊടുത്ത അള്ളാനെ വിടുക. മുജാഹിദുകളോ കറാമത്തിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കറാമത്ത് കൊടുത്ത റബ്ബിനോട് ദ്വേഷിക്കാം. കറാമത്തിൽ കാട്ടിയ ആളുകളുണ്ടല്ലോ, അവർക്കല്ല കറാമത്ത് കൊടുക്കാൻ കാരണമായത് അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ്. ആ മാതൃകയാക്കി അതുപോലെ സൂക്ഷിച്ച് ജീവിക്കാൻ പഠിക്കാം. അത് മുജാഹിദുകളുടെ പാത. കാശോ പാതാൽ അവസാനിക്കാൻ സഹോദരങ്ങളെ, റിപ്പോർട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പിന്നി നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പിന്നി നടക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. എന്നതല്ല, 5% കൊലപാതകങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് നടക്കുന്നത്. നടക്കുന്നത് കണ്ണൂരാണ്. അത് പറയാനാണ് ക്ഷമിക്കണം. വായിച്ചു, പത്രത്തിൽ വായിച്ചു. കണ്ണൂര് ടൗണും പരിസരത്ത് ആലോചിക്കുന്നത് ഒക്കെ കേരളമാണ്. ഈ തിന്മക്കെതിരെ ശ്രദ്ധിക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബം, സമൂഹം, സീരിയലിലും സിനിമയിലും ഒക്കെ പെട്ട് മുങ്ങിക്കുളിച്ചു പോയി നമ്മുടെ ഒരു സമൂഹം. തീവ്രവാദവും ഭീകരവാദവും ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകിട്ടുന്ന ഒരു ലോകത്ത് ഇസ്ലാമിനെ ശരിക്കും പ്രതിദാനം ചെയ്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവരാണ് നമ്മൾ. ഒരു മുസ്ലിമിനെ ഒരാളെയും കൊല്ലാനോ ആക്രമിക്കാനോ കഴിയില്ല. അല്ലേ? ഒരു മുസ്ലിമിന്റെ മനസ്സിലാക്കി
ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് മറ്റൊരു മുസ്ലിമിനെ അടിക്കാൻ പാടില്ല. റസൂൽ പറയും അൽ മുസ്ലിം. ആരാ മുസ്ലിം? പ്രസംഗിച്ചു താലിബാനികളോട് അവിടുത്തെ മാന്യരായ മുസ്ലിം കുട്ടികളെ മനുഷ്യന്റെ സാംസ്കാരിക നിലവാരം നോക്കണം. നിങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും ഒരു സുന്നിയെ ചീത്ത പറഞ്ഞു എന്നുകൊണ്ട് ഇരുമ്പിന്റെ കമ്പി കൊണ്ട് തലക്കിങ്ങനെ എത്രയോ തിരുവനന്തപുരത്ത് നമ്മുടെ ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണനെ നിങ്ങൾ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഭീമാപ്പള്ളി കേരളത്തിന്റെ ഭാഗമാണോ ഇന്ത്യയുടെ ഭാഗമാണോ? ചോദിച്ചാൽ നിങ്ങളെങ്ങനെ ചോദിക്കാൻ? ഇത് കണ്ടില്ലേ, ഭീമാപ്പള്ളിയുടെ ചുമരുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററാണ്. എന്താ പോസ്റ്റർ? മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തിന് ബോംബെയിൽ പോകണം, എന്തിന് വേറെ സ്ഥലത്ത് പോകണം? കേരളത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിന്റെ അവസ്ഥ ഭീമാപ്പള്ളിയിലെ ചുമരിൽ പ്രത്യക്ഷപ്പെട്ട ബോർഡ് എന്താ അറിയോ? ഇന്ത്യയുടെ സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമാണ്. അവിടുത്തെ പള്ളി പ്രസിഡന്റിന്റെ ഒപ്പും സീലും വെച്ച് എഴുതിയത് എന്തറിയോ? ഈ ഭീമാപ്പള്ളിയുടെ 5 കിലോമീറ്റർ ചുറ്റളവിലും ആ പ്രദേശത്തിന്റെ ചുറ്റളവിൽ NDF, തബ്ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, KNM തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റർ എഴുതുവാനോ നോട്ടീസ് ഒട്ടിക്കുവാനോ ബാനർ കെട്ടുവാനോ പ്രസംഗിക്കുവാനോ സ്വാതന്ത്ര്യമില്ലെന്ന് ഇതിനാൽ ഞങ്ങൾ വിളംബരം ചെയ്തിരിക്കുന്നു. ഭീമാപ്പള്ളി എന്ന് പറയുന്നത് പള്ളിയാണ് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രദേശത്തിന്റെ പേരാണ്. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഭീമാപ്പള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഉള്ളിൽ നിന്നല്ല. ഭീമാപ്പള്ളി എന്ന പ്രദേശത്തിനൊക്കെ പറയും, അമ്പലമൊക്കെ പറയുന്നത് അതുപോലെ. ഞങ്ങൾ ചോദിച്ചു കൊടിയേരി ബാലകൃഷ്ണനോട്, ഇതെന്തായിരുന്നു? ഇന്ത്യൻ രാജ്യദ്രോഹികളാണിവർ, ഭരണഘടനാവിരുദ്ധരാണിവർ, ഇവരാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ. ഇതെന്താ അവസ്ഥ ഈ നാട്ടിൽ? ഇങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. കേസായി. അതിനുശേഷം നമ്മളൊരു പരിപാടി ഉണ്ടായിരുന്നു. 200 പേര് വന്നിട്ടാണ് അടിച്ച് തകർത്ത് തല പൊട്ടിച്ച് ചാമ്പലാക്കുന്നത്. അവരെ നിയമിക്കാൻ, അവരെ നയിക്കാൻ പോലീസുകാർ പോലും പര്യാപ്തമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ തുറന്നു പറയാണ്, വോട്ടുകളുടെ മുമ്പിൽ ആരും നിയമവും ഒക്കെ താഴവും പണം വാരി എറിയുകയാണ്. മനസ്സിലായോ? അതിന്റെ മുമ്പിൽ, അധികാരത്തിന്റെ മുമ്പിൽ. പക്ഷെ ഒന്നോർത്തോടോ, അധികാരവും പണവും പ്രയോജനപ്പെടാത്ത ഒരു ലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. എനിക്ക് ഞാനെന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പ്രസംഗിച്ച പല കാര്യങ്ങളും അത് പറഞ്ഞ് അങ്ങനെ സ്ട്രോങ്ങിൽ പറയുന്നു. എന്റെ അനുഭവ തലം അതാണ്. ഒരൊറ്റ ദിവസം ഒഴിവില്ലാതെ പ്രസംഗിക്കുന്ന കേരളത്തിൽ എനിക്കറിയാം കേരളത്തിന്റെ സമൂഹത്തിന്റെ മനസ്സെന്താണ്. അവിടുത്തെ സമൂഹത്തിന്റെ സംസ്കാരങ്ങളാണ് മുസ്ലിങ്ങളാണ്. എവിടെയെങ്കിലും നിങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തി ഖുർആൻ ഓതുന്നത് RSS വേറുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അജന്തകൾ വേറുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? കമൻസിൽ വേറുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? മുസ്ലിങ്ങളല്ലാതെ. ഞാനത് പറയുന്നത് എന്തിനാണ്? ഖുർആനിലേക്ക് മടങ്ങിപ്പോകണം, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങിപ്പോകണം, തിരുസുന്നത്തിലേക്ക് മടങ്ങിപ്പോകണം. ഒരു മുസ്ലിം, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്തൊരു മുസ്ലിം മുജാഹിദീനല്ല, നമ്മൾ ആരാ? ഒരു മുസ്ലിങ്ങളാണ്